അവസാന ദിവസമായ ഇന്നത്തെ സെഷൻ എം.ടിയും പ്രസാധക ലോകവും എന്ന സെമിനാർ സെഷനാണ് വേദിയിൽ ആരംഭിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിനായി ടി.ഡി. വാസുദേവനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എം.ടിയും പ്രസാധക ലോകവും എന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, പുസ്തക പ്രസാധനം ഒരു ആധുനികതയുടെയൊക്കെ കടന്നുവരവോടെയാണ് ഒരു വലിയ പ്രസ്ഥാനമായി നമ്മുടെ ലോക സാഹചര്യത്തിൽ തന്നെ കടന്നു വരുന്നത്. പുസ്തക വിജ്ഞാനം ഒരു സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് മാത്രം ലഭ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പുസ്തകം വിജ്ഞാനം ജനകീയമാവുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗം എന്ന ഒരു ചിന്തയുടെ കടന്നുവരവോടെ പുസ്തക പ്രസാധനം എന്ന ഒരു പുതിയ സംഭവം കടന്നു വരികയാണ്. നമുക്കറിയാം, അതിൻ്റെ പശ്ചാത്തലമായി മറ്റ് പല വ്യാവസായിക വിപ്ലവവും അച്ചടിയുടെ കടന്നുവരവും മറ്റു പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, വിജ്ഞാനവും സാഹിത്യവും കലയും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പബ്ലിഷിംഗ് പ്രസ്ഥാനത്തിന് വളരെയേറെ പങ്കുണ്ട്. മലയാളത്തിലും ഇതുതന്നെയാണ് സ്ഥിതി എന്ന് നമുക്കറിയാം. വിജ്ഞാനം കേരളത്തിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം കയ്യിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനികതയുടെയൊക്കെ കടന്നുവരവോടുകൂടി പുസ്തക പ്രസാധനശാലകൾ ഉണ്ടാവുകയും പുസ്തകങ്ങൾ വാങ്ങുകയും പുസ്തകത്തിലൂടെ അറിവ് ജനകീയവൽക്കരിക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മൾ ഓരോരുത്തർക്കും അറിയാം. സമൂഹത്തിൻ്റെ വികാസവും പുസ്തകങ്ങളുടെ കടന്നുവരവും ഒക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എം.ടി എന്ന മഹാപ്രതിഭയുടെ വ്യക്തിത്വത്തിൻ്റെ ബഹുതലത്തിലുള്ള സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തു. എം.ടി ആരായിരുന്നു എന്നുള്ള ചർച്ച കഴിഞ്ഞ സാദരം എം.ടി എന്ന നവതിയുടെ ആഘോഷ സമയത്തും തുടർന്ന് നമ്മൾ ഇപ്പോൾ പ്രണാമം എം.ടി എന്ന ഈ ആചരണ പരിപാടിയിലൂടെയും നമ്മൾ എം.ടിയുടെ വ്യക്തിത്വം വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം സാഹിത്യത്തിന് നൽകിയ സംഭാവന എന്താണ്? നോവൽ സാഹിത്യത്തിൽ, ചെറുകഥാ സാഹിത്യത്തിൽ, അതേപോലെ പത്രാധിപർ എന്നുള്ള നിലയിൽ, സിനിമയിൽ, തിരക്കഥയിൽ, സിനിമയിൽ തന്നെ സംവിധാനത്തിൽ തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ എം.ടി വാസുദേവൻ നായർ നമുക്ക് നൽകിയ, മലയാളിക്ക് നൽകിയ, അതോടൊപ്പം ലോക സാഹിത്യത്തിന് നൽകിയ സംഭാവന എന്താണ് എന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്ന ഒരു കാര്യമാണ്, എം.ടി പബ്ലിഷിംഗ് ലോകത്തിനും ഇതേ അർത്ഥത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മനുഷ്യനാണ്. എം.ടിയുടെ നേതൃത്വത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് അതിൻ്റെ ആസ്ഥാനം മാറ്റിയ സാഹചര്യത്തിൽ കോഴിക്കോട് ഒരു പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിക്കാൻ എം.ടിയും അതോടൊപ്പം എം ബഷീർ സാറും, അതോടെ സുകുമാർ അഴീക്കോട്, കൂടാതെ 4-5 പ്രതിഭകൾ ചേർന്ന് ക്ലാസിക് ബുക്ക് ട്രസ്റ്റ് എന്ന ഒരു പേരിൽ ഒരു പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിക്കുകയും മലയാളത്തിലെ പ്രധാനപ്പെട്ട ക്ലാസിക്കുകൾ, മലയാളത്തിലേത് മാത്രമല്ല ലോക ക്ലാസിക്കുകൾ തന്നെ അതിലൂടെ പ്രസിദ്ധീകരിക്കണമെന്ന് ഉദ്ദേശിക്കുകയൊക്കെ ചെയ്തു. അതിലൂടെയാണ് തത്വമസി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കാമുകൻ്റെ ഡയറിക്കുറിപ്പാണെന്ന് തോന്നുന്നത്, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ചിലത് പ്രസിദ്ധീകരിച്ചെങ്കിലും അത് തുടർന്നു പോയില്ല. മാത്രമല്ല, എം.ടി വാസുദേവൻ നായർ പൊന്നാനിയിലുള്ള ഇടശ്ശേരിയും ഉറൂബ് കൂടാതെ വീട്ടി തുടങ്ങിയവരുമായി ചേർന്നുകൊണ്ട് വെസ്റ്റ് കോസ്റ്റ് പബ്ലിഷേഴ്സുമായി സഹകരിച്ചുകൊണ്ടും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു.
പ്രകാശം പരത്തുന്ന പെൺകുട്ടി പ്രസിദ്ധീകരിച്ചത് വെസ്റ്റ് കോസ്റ്റ് പബ്ലിഷേഴ്സാണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ CJ തോമസിൻ്റെ ധിക്കാരിയുടെ കാതൽ എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചത് വെസ്റ്റ് കോസ്റ്റാണ്. അങ്ങനെ പബ്ലിഷിംഗ് ലോകത്തും MD തൻ്റെ അനിതര സാധാരണമായ നേതൃത്വ പാടവം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ അർത്ഥത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. ഇന്ന് ഈ സെഷനിൽ പ്രസാധക ലോകവും MDയും എന്ന ഈ സെഷനിൽ പ്രസാധക ലോകത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ പെബിൻ തോമസ് ആണ്. പെബിൻ തോമസ് നമുക്കറിയാം, തൃശ്ശൂർ കറണ്ട് ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അത്രമാത്രം പരിചയപ്പെടുത്തിയാൽ മതിയാവില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് മിക്കവാർക്കും എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട്. ശ്രീ പെബിൻ തോമസ് നമ്മുടെ ആദ്യ ഐക്യകേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരക്കുട്ടിയാണ്. അതുകൂടാതെ MD ആയിട്ടുള്ള ബന്ധം പറഞ്ഞാൽ MDയുടെ 75% ഭൂരിഭാഗം പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തൃശ്ശൂർ കറണ്ട് ബുക്സാണ്. നാലുകെട്ട്, കാലം, രണ്ടാമൂഴം, കൂടാതെ തിരഞ്ഞെടുത്ത കഥകൾ തുടങ്ങി വളരെയേറെ പുസ്തകങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂർ കറണ്ട് ബുക്സിലൂടെയാണ്. അതുകൂടാതെ MD വാസുദേവൻ നായരുമായി വളരെയേറെ ഹൃദയബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ്, ഒരു വ്യക്തിയാണ് ശ്രീ പെബിൻ തോമസ്. ഒന്നിച്ചുള്ള യാത്രകൾ, വളരെയേറെ യാത്രകൾ, യൂറോപ്യൻ പര്യടനങ്ങൾ ഒക്കെ തന്നെ ശ്രീ പെബിൻ തോമസിൻ്റെ ഒന്നിച്ച് നടത്തിയ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്പെയിനിലും അയർലൻഡിലും ഒക്കെ നടത്തിയ യാത്രകൾ, അതിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ഹൃദയബന്ധം നിലനിന്നിരുന്നു എന്നതിനാൽ തന്നെ പലരും ശ്രീ MD വാസുദേവൻ നായരെ പല കാര്യങ്ങൾക്കും ക്ഷണിക്കുവാൻ വേണ്ടി ശ്രീ പെബിൻ തോമസിനെയാണ് ആശ്രയിച്ചിരുന്നത് എന്നും കേട്ടറിവുണ്ട്. പ്രസാധക ലോകത്തെ കാര്യങ്ങൾ MDയുമായി ബന്ധപ്പെട്ട് ശ്രീ പെബിൻ തോമസ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ശ്രീ പെബിൻ തോമസിന് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാനും വാസുവേട്ടനും തമ്മിലുള്ള ബന്ധം ഏകദേശം ഒരു 40 വർഷത്തിലധികമായി. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ വാസുവേട്ടനെ കാണാറുണ്ട്, പക്ഷേ ഇടവഴി കയറുന്നില്ല. എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കും, അതിനൊരു മറുപടി പറയും. ഞാൻ കൂടുതലായി അടുത്തു തുടങ്ങിയത് 1986 86 ഞാൻ പ്രസിദ്ധീകരണ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി വാസുവേട്ടനെ കാണാൻ പോവുകയും പുസ്തകങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്നു. ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന പല പുസ്തകങ്ങളും മറ്റ് ചില പ്രസാധകരുടെ കയ്യിലായിരിക്കും. അപ്പോൾ എൻ്റെ ആവശ്യം മറ്റ് പ്രസാധകരുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ എനിക്ക് കിട്ടണം. ഞാൻ അതിനു വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം അത് വളരെ സമയബന്ധിതമായി എനിക്ക് തരികയാണ് ഉണ്ടായത്. വാസുവേട്ടനും ഞാൻ നമ്മളുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. എൻ്റെ അപ്പൻ തോമസ് മുണ്ടശ്ശേരി 1982 മരിച്ചുപോയി. എൻ്റെ അപ്പൻ ഈ എഴുത്തുകാരായിട്ട് 1952 മുതലുള്ള ബന്ധമാണ്. ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങുന്ന 1952 വാസുവേട്ടൻ കറണ്ട് ബുക്സിൽ വരുന്നത് 1956 56-ന് 50-ൻ്റെ ഇടയ്ക്ക് 3 ചെറുകഥകളാണ് അച്ചടിച്ച് ഞങ്ങൾ ആദ്യമായി. 58-ലെ നാലുകെട്ട്. അപ്പോൾ നാലുകെട്ട് കയ്യെഴുത്ത് പ്രതി എൻ്റെ അപ്പനെ കാണിച്ചപ്പോൾ അപ്പനത് നോക്കിയിട്ട് വാസുവേട്ടനോട് പറഞ്ഞു,
ഇത് നിനക്കൊന്ന് സീരിയലൈസ് ചെയ്തുകൂടെ, മാതൃഭൂമിയിൽ അങ്ങനെ കൊടുത്തുകൂടെ, അപ്പോൾ കുറച്ച് പണം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, ഇത് അച്ചടിക്കണം. 59 പുസ്തകം പ്രിൻ്റ് ചെയ്തു, ഹാർഡ് ബൗണ്ട് എഡിഷൻ, 5 രൂപ അതിന് വില. അന്ന് മുതൽ അവർ തമ്മിൽ അത്രത്തോളം അടുത്ത ബന്ധത്തിലായിരുന്നു, കറണ്ട് ബുക്സായിട്ട്. എൻ്റെ അപ്പനെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ എഴുത്തുകാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. അത് ഫീസ് കൊടുക്കാൻ, കല്യാണം, പല പല കാര്യങ്ങളായിട്ട് ആവശ്യമായിട്ടുള്ള കത്തുകൾ വരുന്നതിനനുസരിച്ച് അദ്ദേഹം അതനുസരിച്ച് അതിന് പണം കൊടുക്കുക, പണം എങ്ങനെയും സംഘടിപ്പിച്ച് കൊടുക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി. വാസേട്ടനെ വീട് വയ്ക്കാൻ സ്ഥലം നോക്കി വന്നപ്പോൾ വാസേട്ടൻ അപ്പനോട് ചോദിച്ചു, തോമസേ, എൻ്റെ കയ്യിൽ ഇത് മേടിക്കാനുള്ള പൈസ ഒന്നുമില്ല, അതിന് നിൻ്റെ കൂടെ ആരെങ്കിലും പൈസയുടെ കാര്യം ചോദിച്ചോ? നിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട്, നിനക്കുള്ള സ്ഥലം ഞാൻ മേടിക്കും, നിൻ്റെ പേരിൽ മേടിക്കും, അത് രജിസ്റ്റർ ചെയ്യും, പിന്നീട് നമ്മൾ അടുത്ത വഴിയായിട്ട് വീട് പണിയും. അങ്ങനെ പ്രസാധകൻ്റെ കൈവശമുള്ള പുസ്തകങ്ങളുടെ വിൽപ്പനയുടെ തോത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പൻ അത് വളരെ കൃത്യമായി ആ സ്ഥലം മേടിക്കുകയും ആ സ്ഥലത്ത് ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോർ പണി കഴിച്ച് ഇവരവിടെ താമസിപ്പിക്കുകയും ചെയ്ത ഒരു സംഗതി. ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് MTയിൽ കൂടിയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. എൻ്റെ അപ്പൻ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പുസ്തകലോകത്ത് കേരളത്തിലെ ഒരുപാട് എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും MTയുടെ മാർക്കറ്റിനെ കവർ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. ഇന്നും മഞ്ഞ് പോലൊരു പുസ്തകം 10,000-15,000 കോപ്പി ഒരു കൊല്ലം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര കൊല്ലം മുന്നേ എഴുതിയ പുസ്തകം, രണ്ടാമൂഴം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും നന്നായി വായിക്കപ്പെടുന്നു. ചില പുസ്തകങ്ങൾ പുതിയ പ്രിൻ്റ് വരുമ്പോൾ, ഈ അടുത്ത കാലത്ത് രണ്ടാമൂഴത്തിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നു. 2-3 പുസ്തകം വാങ്ങിയ ആൾക്കാർ ഈ സ്പെഷ്യൽ എഡിഷൻ വാങ്ങിയിരുന്നു. എന്തുകൊണ്ടാണെങ്കിൽ അതൊരു വ്യത്യസ്ത രീതിയിലാണ് ഞങ്ങളത് പബ്ലിഷ് ചെയ്തത്. വാസേട്ടൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഉറങ്ങുക, പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുക, അവിടുത്തെ കാലാവസ്ഥ, അവരുടെ ഭക്ഷണ രീതി, ഇതൊക്കെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക, വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഏത് രാജ്യത്ത് പോയാലും കേരളീയ ഭക്ഷണം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവിടെ കിട്ടുന്ന ഭക്ഷണം എന്താണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. എനിക്ക് നീ അവിടെ ഒരു ഹോട്ടലിൽ, മലയാളി ഹോട്ടലുണ്ടോ, ഇന്ത്യൻ ഹോട്ടലുണ്ടോ, ഒരു മസാല ദോശ കിട്ടുമോ, ഇന്നേ വരെ ആ ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ടില്ല. പലരും, ഞാൻ പല സ്ഥലത്ത് വാസേട്ടനല്ലാതെ യാത്ര ചെയ്തിട്ടുള്ള പലരും ചോദിക്കുക, ഇവിടെ ഊണ് കിട്ടുമോ, മസാല ദോശ കിട്ടുമോ, ഇഡ്ഡലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട. അദ്ദേഹം അത് അവിടുത്തെ ഭക്ഷണം, എല്ലാ ഭക്ഷണവും നോക്കിക്കണ്ട് അദ്ദേഹം വിലയിരുത്തി അദ്ദേഹം ഭക്ഷണം കഴിക്കുക. യാത്രകളിൽ സ്പെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഹെമിംഗ്വേയാണ്. ഹെമിംഗ്വേയുടെ സ്പെയിനിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് സ്പെയിനിൽ വന്ന് അവിടെ ഇന്നത് കാണണം പറയുന്നു. ആ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ എല്ലാം കണ്ട് മനസ്സിലാക്കുക. ഈ കാളപ്പോര് കാണാൻ പോയി. അന്ന് 8 കാളകളുടെ പോരാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ കാളപ്പോര് കഴിഞ്ഞപ്പോൾ ആ കാളെ കൊല്ലുന്ന ഇത് കണ്ടപ്പോൾ MT, നമുക്ക് പോവല്ലേ, നമ്മൾ കണ്ടില്ലേ. രണ്ടാമത്തെ കാളെ കൊല്ലുന്നതോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
വെറുതെ അല്ല ഇതിന് ഇത്രയും എതിർപ്പ് എങ്കിൽ സ്പെയിനിലെ മാൻഡ്രിഡ് സദേൺ പാർട്ടിലുള്ള ആളുകളാണ് ഇതിനൊക്കെ താല്പര്യപ്പെടുന്നത്. നോർത്തേൺ സൈഡിലെ ബാഴ്സലോണ പോലുള്ള സ്ഥലങ്ങളിൽ ഇതിനൊക്കെ വളരെ എതിരാണ്. അവർ ഇത്തരം പല കാര്യങ്ങൾക്കും വളരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഞങ്ങൾ ഈ മാൻഡ്രിഡിൽ നിന്ന് പിന്നെ പോയത് ബാഴ്സലോണയിലാണ്. ബാഴ്സലോണയിൽ ചെന്നപ്പോൾ അവിടെ ഫുട്ബോൾ താരങ്ങളെ പോലും അല്ലെങ്കിൽ ഈ റയൽ മാൻഡ്രിഡിനും അതിനൊക്കെ വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ പേര് അവിടെ പറഞ്ഞാൽ നമുക്ക് അവിടെ അവർ വളരെ രൂക്ഷമായി നമ്മളെ വിമർശിക്കും. കാളപ്പോര് കുറ്റി ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് അവിടെ മെസ്സിയുടെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, റൊണാൾഡോയുടെ പേര് പറഞ്ഞാൽ അപ്പോൾ പുറത്തേക്കിടും. ടാക്സി ഡ്രൈവേഴ്സ് ഈ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെ കളിക്കുന്ന ഫുട്ബോളിൻ്റെ റണ്ണിങ് കമൻട്രികളാണ് അവർ ഓഡിയോയിൽ ഈ കാറിനുള്ളിൽ കേൾക്കുന്നത്. പാട്ടൊന്നുമല്ല കേൾക്കുന്നത്. മിക്കവാറും ഈ ഫുട്ബോൾ കളിയുടെ വിവരണങ്ങളാണ്. അപ്പോൾ MT തന്നെ പറഞ്ഞു ഇത്രയധികം വാശിയാണ് അവർക്ക്, അവരുടെ ജീവിത രീതിയിലുള്ള മാറ്റം. രണ്ട് സ്ഥലത്ത് ചെന്നപ്പോഴാണ് വ്യത്യാസം. പിന്നെ ഏറ്റവും എല്ലാ സൗകര്യത്തിനെയും പൊരുത്തപ്പെട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് ഇന്ന പോലെ വേണം, ഇന്ന റൂം വേണം, ഇന്ന രീതിയിലുള്ളത് വേണം. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളത് സഹകരിക്കുക. ഏത് സ്ഥലത്തും പോയി കഴിഞ്ഞാൽ അതിന് സഹകരിക്കാൻ അദ്ദേഹം 100% സന്നദ്ധരായിരുന്നു. എൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തെ പോലെയുള്ളൊരാൾ ഇനി എൻ്റെ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധ്യത വളരെ കുറവാണ്. എഴുത്തിൽ അദ്ദേഹം എത്രത്തോളം ശ്രദ്ധിക്കുന്നു പറഞ്ഞെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെട്ടുക, തിരുത്തുക, ഇങ്ങനെയുള്ള സംഗതികൾ. എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായി പെർഫെക്റ്റ് ആയതിനു ശേഷമാണ് എഴുതുക. ഒരു വരി വെട്ടാനുമില്ല, എഡിറ്റ് ചെയ്യാനുണ്ടാവില്ല. ഒരു ആൾക്ക് അതിനെ മുകളിലൊരു തെറ്റ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. വളരെ നമ്മൾ പുതിയൊരു മാറ്റർ ആണെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രൂഫ് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സൂക്ഷ്മതയോടുകൂടി വളരെ 2-3 ദിവസം കൊണ്ട് അത് നോക്കി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള തിരുത്തൽ നടത്തി നമുക്ക് അയച്ചു തരും. വളരെ സൂക്ഷ്മത കൂടുതലാണ്. എന്നോട് പറയും ഒരു വരി എഴുതുമ്പോൾ അത് കൃത്യമായി എഴുതിയാൽ പിന്നെ അത് തിരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിത് എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങുക. ചില കാര്യത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് വല്ല വർക്ക് ചെയ്തിട്ടുള്ള കുറിപ്പുകളോ കാര്യങ്ങളോ ആവശ്യം വരുള്ളൂ. അത് വാരണാസി പോലുള്ള ചില നോവലുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വളരെ അപൂർവമായിട്ട് കണ്ടുള്ളൂ കുറിപ്പുകൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് എഴുതുന്നത്. നോവലോ ഇതിനൊന്നും അദ്ദേഹത്തിന് ഒരു കാര്യം ആവശ്യമില്ല. രണ്ടാമൂഴം ആ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതുന്ന കാലത്ത് ആ എഴുതിയ ടെക്സ്റ്റ് ബുക്കും അദ്ദേഹത്തിന് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ആ നോവലിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ, അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ സിനിമയാക്കാവുന്ന രീതിയിൽ ചെയ്തത്. അത് വളരെ മനോഹരമായൊരു സാധനമാണ് ആ സ്ക്രീൻ പ്ലേ. ഞാനത് പലാവർത്തി വായിച്ചതാണ്. അത് സിനിമയാക്കാൻ പറ്റിയില്ല, അത് സിനിമയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് എഴുതുന്ന കാലത്ത് 3 ഘട്ടങ്ങളായിട്ടാണ് അത് എഴുതിയത്. ഓരോ ഘട്ടത്തിനും 15 ദിവസം വെച്ച്. അപ്പോൾ 3 മാസമായി. അതിൽ 15 ദിവസത്തിനുള്ളിൽ ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നത്തെ ഘട്ടം അടുത്ത 15 ദിവസം കഴിഞ്ഞ ശേഷം. അങ്ങനെ 3 ഘട്ടം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അത് ആ ടെക്സ്റ്റ് മുഴുവൻ ടൈപ്പ് ചെയ്ത് കറക്ഷൻ നടത്തി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരാളെ ഏൽപ്പിച്ച് അതും ട്രാൻസ്ലേറ്റ് ചെയ്തു. അതും ഇത് പറഞ്ഞ പോലെ 2 ഘട്ടങ്ങളിലായി. അത് അന്യോന്യം വായിച്ച് തിരുത്തലുകൾ വരുത്തി എല്ലാം കഴിഞ്ഞ് ഫൈനൽ കോപ്പി ആക്കി. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞ ദിവസത്തിനുള്ളിൽ പറഞ്ഞ സമയത്ത് അദ്ദേഹം ചെയ്തിരിക്കും. ഒരു കാര്യം ക്ഷണിച്ചാലോ കൃത്യമായ സമയത്ത് അദ്ദേഹം വരാൻ പറ്റില്ല എന്നുള്ള കാര്യം ആണെങ്കിൽ അത് നേരത്തെ പറയും, എനിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളത് പറയും. എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ ഈ തുഞ്ചൻപറമ്പിൽ വരുമ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അദ്ദേഹം ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, ബാങ്കുകൾ, ഇവരെല്ലാം ബന്ധപ്പെട്ട്
അദ്ദേഹം അവരെല്ലാം കണ്ട് ഈ സ്ഥലം കാണിച്ചു കൊടുത്ത് ഇതിനുള്ള പണം സംഘടിപ്പിച്ച് എല്ലാം കൃത്യതയോടുകൂടി വളരെ കൃത്യമായ പ്ലാനിനോട് കൂടിയിട്ട് അദ്ദേഹം ചെയ്തു തീർത്താണ്. ഞാനിതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ തൃശ്ശൂരാണ്, ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും, വാസേട്ടൻ വരുമ്പോൾ ഇവിടെ വരാറുണ്ട്, ഇവിടെ താമസിക്കാറുണ്ട്, ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാറുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിക്കാറുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ, നീ ചായ കുടിച്ചോ. ഒരു കാരണവരെ പോലെ അദ്ദേഹം നമ്മളോട് എല്ലാ കാര്യം ചോദിക്കും. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ അധികം ദീർഘിക്കുന്നില്ല.